നമസ്കാരം. ചുരുങ്ങിയ കാലം കൊണ്ട് ഇലക്ട്രിക് സ്കൂട്ടർ വിപണി പിടിച്ചടക്കിയവരാണ് ഓല ഇലക്ട്രിക്ക. ഒരു മാസം 1,00,000-ലധികം ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിറ്റഴിച്ച് ഓല ഇലക്ട്രിക് സെഗ്മെന്റിൽ 50%-നടുത്ത വിപണി വിഹിതം സ്വന്തമാക്കിയിരുന്നു. എന്നാൽ 2024 സെപ്റ്റംബർ മാസത്തെ വിൽപ്പന കണക്കുകൾ പുറത്തു വരുമ്പോൾ ഓല ഇലക്ട്രിക്കിന് കാര്യങ്ങൾ അത്ര സുഖകരമല്ല. ഓല ഇലക്ട്രിക്കിന്റെ വിൽപ്പന കുറയുന്നതിനൊപ്പം തന്നെ എതിരാളികളായ ബജാജ് ചേതക്കും TVS മോട്ടോറും വിൽപ്പന സംഖ്യയിലുള്ള വിടവ് കുറച്ചു കൊണ്ടുവരികയാണ്. പോയ മാസം ഇലക്ട്രിക് 2 വീലർ വിൽപ്പനയിൽ കണ്ട ട്രെൻഡുകൾ വിശദമായി നമുക്ക് നോക്കിയാൽ ഇതിൽ കൃത്യമായ ഒരു ഉത്തരം കിട്ടുകയും ചെയ്യും. 2024 കലണ്ടർ വർഷത്തിന്റെ ആദ്യ 7 മാസത്തിൽ പ്രതിമാസം ശരാശരി 37,695 യൂണിറ്റുകൾ വിറ്റഴിച്ച ഓല ഇലക്ട്രിക്കിന്റെ മൃഗീയാധിപത്യം ഉണ്ടായിരുന്നു. എന്നാൽ ഓഗസ്റ്റ് മാസമായതോടെ വിൽപ്പന 26,928 യൂണിറ്റായി മാറി. ഇപ്പോൾ ഓല സ്കൂട്ടറുകളുടെ ഡിമാൻഡ് വീണ്ടും ഇടിഞ്ഞതായാണ് സെപ്റ്റംബറിലെ വിൽപ്പന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പോയ മാസം 23,965 യൂണിറ്റ് ആയിരുന്നു ഓലയുടെ വിൽപ്പന. മുൻവർഷത്തെ അപേക്ഷിച്ച് വിൽപ്പനയിൽ 29% ഇടിവ് നേരിട്ടത്. 2023 ഒക്ടോബറിന് ശേഷം കഴിഞ്ഞ 11 മാസത്തിനിടെ കമ്പനി രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പ്രതിമാസ വിൽപ്പനയാണ് സെപ്റ്റംബറിലേത്. ഓല ഇലക്ട്രിക്കിന്റെ വിപണി വിഹിതത്തിൽ വമ്പൻ ഇടിവുമുണ്ടായി. ഏകദേശം 26% നിലവിൽ ഓലയുടെ മാർക്കറ്റ് ഷെയർ. 2024 മാർച്ച് മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ 38% വിപണി വിഹിതമായിരുന്നു ഓല കൈയടക്കി വച്ചിരുന്നത്. ജനുവരിയിൽ 31,785 യൂണിറ്റ് വിൽപ്പനയുമായി കലണ്ടർ വർഷത്തിന് ഗംഭീര തുടക്കമിട്ട ഓല മാർച്ചിൽ വിറ്റത് 52,136 യൂണിറ്റുകളായിരുന്നു. കഴിഞ്ഞ 9 മാസം കൊണ്ട് 3,14,761 യൂണിറ്റ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിറ്റ മൊത്തം വിപണി വിഹിതം ഓല 39%. ഒരു വർഷം മുൻപ് ഇത് 30%. ഓല വിൽപ്പനയിൽ കിതയ്ക്കുന്നത് ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണിയിലെ വർദ്ധിച്ചു വരുന്ന മത്സരത്തിന്റെയും മാറിക്കൊണ്ടിരിക്കുന്ന ഉപഭോക്തൃ മുൻഗണനകളുടെയും വ്യക്തമായ സൂചന കൂടിയാണ്. പോയ മാസം TVS iQube മറികടന്ന് ബജാജ് 2ാം സ്ഥാനത്തേക്ക് കയറുകയും ചെയ്തു. കഴിഞ്ഞ മാസം ബജാജ് ചേതക്ക് 17,000 യൂണിറ്റുകൾ വിറ്റഴിച്ചു. TVS 16,000 യൂണിറ്റ് വിൽപ്പനയുമായി 3ാം സ്ഥാനത്താണ്. രണ്ട് കമ്പനികളും ഇപ്പോൾ ഇലക്ട്രിക് ഇരുചക്ര വാഹന മേഖലയിലെ മൊത്തം വിപണി വിഹിതത്തിന്റെ 1/5 അവകാശപ്പെടുന്നത്. പുതിയതും കൂടുതൽ താങ്ങാനാകുന്നതുമായ മോഡലുകൾ അവതരിപ്പിച്ചതാണ് ഈ കമ്പനികളുടെ വിജയത്തിന് കാരണമായത്. ഇന്ത്യയിലെ മറ്റൊരു പ്രമുഖ ഇലക്ട്രിക് സ്കൂട്ടർ കമ്പനിയായ ഏഥർ എനർജി സെപ്റ്റംബറിൽ വിൽപ്പന ഇരട്ടിയാക്കിയിട്ടുമുണ്ട്. സെപ്റ്റംബറിൽ 11,000 യൂണിറ്റ് വിൽപ്പനയുമായി 14%-നടുത്താണ് ഏഥർ എനർജിയുടെ വിപണി വിഹിതം. ഓല ഇലക്ട്രിക് തങ്ങളുടെ നേട്ടങ്ങൾ കണ്ട് വിശ്രമിക്കാതെ അതിന്റെ ഉൽപ്പന്ന ശ്രേണി വിപുലീകരിക്കാനും വിൽപ്പനാനന്തര സേവനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള നീക്കങ്ങളും തകൃതിയായി നടത്തുന്നുണ്ട്. ഓഗസ്റ്റിൽ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളുകൾ പുറത്തിറക്കി വൻ ഓളം സൃഷ്ടിച്ച ഓല കഴിഞ്ഞ ദിവസം കമ്പനിയുടെ സർവീസ് സെന്ററുകളുടെ എണ്ണം ഡിസംബറോടെ 1000-ആക്കി ഉയർത്തുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. നിരവധി ഓല കസ്റ്റമേഴ്സിനാണ് സർവീസ് സംബന്ധമായ പരാതികളുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതും അവരുടെ വിൽപ്പന ഇടിയാൻ കാരണമായതാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. ഓലയുടെ S1 സ്കൂട്ടർ ശ്രേണിയുടെ വിശ്വാസ്യതയെക്കുറിച്ച് ഉപഭോക്താക്കളിൽ നിന്ന് ഉയർന്നു വന്ന പരാതികൾ പരിഹരിക്കുന്നതും അതുപോലെ തന്നെ വിൽപ്പനയിൽ തങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഹൈപ്പർ സർവീസ് എന്ന പുത്തൻ സംരംഭം ഓല പ്രഖ്യാപിച്ചത്. നിലവിൽ ഓല ഇലക്ട്രിക്കിന്റെ ഇന്ത്യയിലുടനീളം 500 സർവീസ് സെന്ററുകളാണ് ഉള്ളത്. ഡിസംബർ അവസാനത്തോടെ ഇത് 1000-ആയി ഉയർത്താനാണ് അവർ പദ്ധതിയിടുന്നത്. സർവീസ് ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പാർട്ണർഷിപ്പ് പ്രോഗ്രാമിന് കീഴിൽ ഇരുചക്ര വാഹനം വർക്ക്ഷോപ്പുകൾ നടത്തുന്ന സ്വതന്ത്ര മെക്കാനിക്കുകൾക്ക് പരിശീലനം നൽകാനും ഓല തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഏകദേശം 1,00,000 മെക്കാനിക്കുകളെ തിരഞ്ഞെടുക്കാനാണ് ലക്ഷ്യമിടുന്നത് ഓല. ഇപ്പോൾ ഈ ഒരു രംഗത്ത് ആധിപത്യം തുടരുന്ന ഓലയ്ക്ക് വെല്ലുവിളിയായിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിൽപ്പനയിൽ ഇടിവാണ്. അതിൽ പല കാരണങ്ങളുണ്ട്. സർവീസ് എല്ലാം ഉൾപ്പെടുന്നുണ്ട്. അതെല്ലാം പരിഹരിച്ച് മുന്നേറിയാൽ മറ്റാർക്കും തൊടാൻ പറ്റാത്ത രീതിയിൽ തന്നെ വീണ്ടും ഓല കുതിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.